സുഹൃത്തുക്കളെ, ഈ കോണ കൊടുക്കാതെ വന്നിരിക്കുന്ന ഈ ചെങ്ങാതി ഏതോ സന്യാസമാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഇത് ചെങ്ങാതി ആരാന്ന് എനിക്കൊരു പിടുത്തൊന്നുമില്ല. ഏതൊരു സ്കൂളിലാണ് ഈ ഒരു മനുഷ്യൻ വന്നിരിക്കുന്നത്? ഒരു ഷഡ്യൊക്കെ ഇട്ട് വന്നിട്ട് അറ്റ്ലീസ്റ്റ്. ഇത് ഏതോ പുരാതന കാലഘട്ടത്തിൽ ആളുകളൊക്കെ ധരിച്ചിരുന്ന ഈ ഒരു കോണ കൊടുത്തിട്ട് ഈ ചന്തിയൊക്കെ കാണിച്ചുകൊണ്ട് വന്നു നിൽക്കാൻ ഒരു നാണവുമാനം ഇല്ല എന്നുള്ളതാണ്. നോക്കൂ, അറ്റ്ലീസ്റ്റ് ഈ ഒരു വിഘടനെ ആ ഒരു സ്കൂളിലേക്ക്, ആ ചെറിയ പിഞ്ചു കുട്ടികളൊക്കെ പഠിക്കുന്ന ആ ഒരു സ്കൂളിൽ കയറ്റിയ അവിടുത്തെ അധ്യാപകരെയും അവിടുത്തെ രക്ഷിതാക്കളെയൊക്കെ വേണം പറയാൻ. എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ നാട്ടിലൊന്നല്ല നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇമ്മാതിരി കോപ്രായ തരങ്ങൾ കാട്ടാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന കാര്യം വേറെ സംശയമില്ല. എന്തായാലും ഇത് എനിക്ക് തോന്നുന്നത് ഒരു ഉത്തരേന്ത്യൻ നാട്ടിൽ എവിടെയാണ് സംഭവിക്കുന്നത്. എന്തായാലും സ്കൂളും ക്ലാസ് മുറികളും അസംബന്ധങ്ങൾ കൂടുതൽ കളം നിറഞ്ഞാടും. മതന്ധ ബാധിച്ച തലമുറകൾ വർദ്ധിച്ചു വരുന്നത് വർഗീയ രാഷ്ട്രീയത്തിന് നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് എന്ന രീതിയിലാണ് ഒരു പോസ്റ്റ് കാണാനുള്ളത്. ഇയാളൊപ്പം വരുന്ന ആൾക്കാരൊക്കെ തുണിയും കോണൊക്കെ ഉണ്ടെന്നേ. ഒപ്പം വരുന്ന 1-2 ആൾക്കാർ, പ്രായം ചെന്ന ആൾക്കാരൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട്, അവർക്ക് തുണിയും കോണുണ്ട്. ഈ ചങ്ങാതി വെറും കോണകം മാത്രം കൊടുത്തിട്ട് ഇപ്പൊ എന്തൊക്കെ വില കൂടിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എന്തായാലും ഈ ഒരു വരവിന് അത്യാവശ്യം പൈസ ഈ ഒരു മനുഷ്യൻ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. ഒരു ചെറിയ ട്രൗസറെങ്കിലും വാങ്ങിച്ചിടുക. ഇനിയിപ്പോ ഷർട്ട് ഇട്ടില്ലെങ്കിൽ വേണ്ട, ഒരു ചെറിയ ട്രൗസറെങ്കിലും വാങ്ങിച്ചിട്ട് ഇങ്ങനെ കുട്ടികളെ പ്രോഗ്രാമിന് വരാൻ ശ്രമിക്കാമെങ്കിൽ എന്തൊരു മാന്യമായ പരിപാടി ആയിരിക്കും. ഇതിപ്പോ നമ്മുടെ കേരള അല്ല കേട്ടോ, നമ്മുടെ ഇന്ത്യയെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സംസ്കാരത്തെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം വളരെ കൂടിയവരാണെന്നൊക്കെ രീതിയിലാണ് പലപ്പോഴും ഇന്ത്യക്കാരൊക്കെ പലരും കണക്കാക്കുന്നത്. അതിന് മുഴുവൻ താഴിടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന് മുഴുവൻ അടി പറ്റുന്ന രീതിയിലാണ് ഇമ്മാതിരി കോപ്രായങ്ങൾ കാണിക്കുന്നത്. കണ്ടിട്ടില്ലെങ്കിലും അത് കൃത്യമായിട്ട് കണ്ടോക്കൂ. എന്താണോ വരുക, ഈ കുരങ്ങ വരുന്നവരായിരുന്നു. അയാൾ ആ രോമങ്ങളൊക്കെ കാണുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. ആൺകുട്ടികള് പെൺകുട്ടികളൊക്കെ ഇരിക്കുന്ന സ്ഥലത്താണ് നാണോ മാനില്ലാതെ വന്നു നിൽക്കുന്നത്. കുട്ടികൾക്കൊക്കെ പേടി. ഇയാളെ പോയിട്ട് കൊഞ്ചിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആരും ഒരുവൻ ആട്ടി കൊടുക്കുന്നു. എന്തിന്? ഇവന് ചൂടെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഷർട്ട് ഇടാത്തവന് എന്തെങ്കിലും ചൂടുണ്ടുക. എന്തായാലും എൻ്റെ സുഹൃത്തുക്കളെ, എനിക്ക് തോന്നുന്നത് ഒരു ഉത്തരേന്ത്യ ആയിരിക്കും. കാരണം ഉത്തരേന്ത്യൻ ഈ നഗരങ്ങളൊക്കെ അതിഭംഗിയായിരിക്കും, പക്ഷേ ഉള്ളേലേക്ക് പോയി കഴിഞ്ഞാൽ അതിഭീകരമായ അവസ്ഥയാണ്. പറയുന്നത് ഞാനാന്നുള്ളതുകൊണ്ട് താൻ ഏത് UP-യുടെ കണ്ടെന്ന് ചോദിക്കരുത്. എന്തായാലും ഇതൊക്കെ കണ്ട് നടന്നു പരിചയമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഈ പെൺകുട്ടി പറയുന്ന വർത്താനം എന്ന് കേട്ടു. ഞാൻ പോയതിൽ ഏറ്റവും സേഫ് അല്ലാതെ തോന്നിയ ഒരു സ്ഥലം ഇന്ത്യയാണ്. അത് എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യ പിന്നെയും സേഫ് ആണ്, കേരളം കുറച്ചുകൂടെ ബെറ്റർ സേഫ് ആണ്. പക്ഷെ ഈ നോർത്ത് ഇന്ത്യയിൽ തന്നെ വില്ലേജസ് ആണ്. ഇപ്പൊ മുംബൈ ആയാലും ഡൽഹി ആയാലും പ്രശ്നങ്ങളില്ല, കൊൽക്കത്ത ആയാലും പ്രശ്നങ്ങളില്ല. പക്ഷെ സിറ്റി വിട്ട് കഴിഞ്ഞ് ഔട്ടറിലേക്ക് പോകുന്ന സമയത്ത് എല്ലാം എക്സ്ട്രീമാണ്. മതമായാലും വളരെ രീതിയിൽ. ഇപ്പൊ എനിക്കൊക്കെ, ഞാൻ മുന്നേ ആൺകുട്ടിയുടെ കൂടെ യാത്ര ചെയ്ത സമയത്ത് ആ മുസ്ലിമാണ്, അതുകൊണ്ട് തന്നെ ആൾക്കാർ അങ്ങനെ ബീഫ് കഴിക്കുമോ അങ്ങനെയൊക്കെ എന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവൻ നിന്നെ മതം മാറ്റും. അതായത് അങ്ങനെ ഒരു ബാക്ക്വേർഡ് തിങ്കിങ് ഉള്ള ഇതാണ്. അതുപോലെ തന്നെ ഒരു വണ്ടി ലിഫ്റ്റ് അടിച്ച് കയറിയ സമയത്ത് അപ്പൊ നമ്മളിങ്ങനെ ഫ്രണ്ട്സ് റിലേഷനിലാണെന്ന് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ നാട്ടിലായിരുന്നെങ്കിൽ പെണ്ണിനെ ആണിനെയും തല്ലിക്കൊല്ലുന്നു. അത് മതമാണ് അപ്പൊ അവർക്ക് എന്തിനേക്കാളും വലുത്. അപ്പൊ അതൊക്കെ എത്രത്തോളം എക്സ്ട്രീം ബാക്ക്വേർഡ് ചിന്താഗതികളാണ്. അതെല്ലാം നമ്മൾ ഷോക്കായി പോകുന്നല്ല, കേരളമാണ് എല്ലാറ്റിനേക്കാൾ ബെറ്റർ ലൈഫിന് പറ്റിയ ഒരു സ്ഥലമെന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. നമുക്കൊരു ആണും പെണ്ണും ഒരുമിച്ച് പോകുന്നു. ആണും പെണ്ണും ഒരുമിച്ച് പോകുമ്പോൾ ഒരാൾ ഹിന്ദുവും ഒരാൾ മുസ്ലിം ആണെങ്കിൽ ആ യാത്രക്കിടയിൽ ഞങ്ങൾ റിലേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇവരെ ചിന്തിക്കുന്നത് ഈ എങ്ങനെ ഇത് റിലേഷൻ ആക്കാൻ സാധിക്കും, നിങ്ങൾ 2 മതമില്ല എന്നതാണ്. അവിടെ ഒക്കെ എക്സ്ട്രീം ആണെന്ന് പറയുന്നത്. ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ എക്സ്ട്രീം ആവാനുള്ള ഒരു കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതാ തൊട്ടുമ്പോ മേലെ കാണിച്ച ആ ഒരു കോണകെടുത്ത് വരുന്ന സന്യാസിയെ സ്വീകരിക്കുന്ന അത്രത്തോളം ഉണ്ട് അവരുടെ വിദ്യാഭ്യാസ നിലവാരം. നമ്മുടെ സ്കൂളിലേക്കെല്ലാം ഇങ്ങനെ കോണ കൊടുത്ത സന്യാസി ഒറ്റ തവണ കയറുള്ളൂ, അവനെ ട്രൗസർ ഇടിപ്പിച്ച്, അവനെ മുണ്ട് ഇടിപ്പിച്ച്, ഷർട്ട് ഇടിപ്പിച്ച് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റിയെടുത്തു. അതല്ല താനിങ്ങോട്ട് കയറണ്ട, ഞങ്ങളെ മക്കളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്, നമ്മൾ കൃത്യം ഇവിടെ പറയും. പക്ഷേ അവിടുത്തെ ആൾക്കാർക്ക്, ഇങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ എന്തോ വലിയ മഹത്തരമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ കാലൊക്കെ തൊട്ട് വണങ്ങണം, അദ്ദേഹത്തൊക്കെ ഇങ്ങനെ വീശി കൊടുക്കണം, വെഞ്ചാമരൊക്കെ കൊണ്ടൊക്കെ വീശി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചടക്കുന്ന ആൾക്കാരാണ്. അവരും നമുക്കൊരു തരത്തിലും തിരുത്താൻ സാധിക്കില്ല എന്നാണ് ഈ പെൺകുട്ടിയോടൊന്നും തന്നെ പറയുന്നത്.
നിങ്ങളെ അവൻ മതം മാറ്റുമെന്നാണ്. അതായത് അതിനപ്പുറത്തേക്കുള്ള ചിന്താഗതി, അത്ര ലോ ക്ലാസ് ചിന്താഗതി ഇവർക്കുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ചിന്താഗതിയൊന്നും ഇവർക്കില്ല. അപ്പൊ അവരോടൊക്കെ നമ്മുടെ നാടിന്റെ ജനാധിപത്യ രീതിയെ പറ്റിയിട്ടും നമ്മുടെ ഭരണഘടനയെ പറ്റിയിട്ടും മതേതരത്വത്തെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് പരാജയപ്പെടുന്നല്ലാതെ ഒരു തരത്തിൽ പോലും നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. എന്തായാലും ഈ കാണിച്ച ആ സംഭവം എന്തു വന്നാലും ഉത്തരേന്ത്യയാണ് എന്നതിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. കാരണം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നടക്കില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. എന്തൊക്കെയായാലും ആ ഒരു നടക്കുന്ന രീതികളൊക്കെ അത് ആരാണെന്ന് എനിക്ക് വലിയ പിടുത്തോണ്ട് ഞാൻ കുറെ തപ്പി നോക്കി, ഒന്നും കാണാനില്ല. ഇയാളെ പറ്റി സെർച്ച് ചെയ്തപ്പോൾ ഗൂഗിളൊന്നും സെർച്ച് ചെയ്ത് എനിക്ക് ഈ ചങ്ങാതിയെ കിട്ടുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് ഇതിനടിയിൽ ഒന്ന് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ബൈ.